ഇന്നലെ ഞാൻ വയനാട്ടിലായിരുന്നു. പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയിരുന്നു. അവിടെ ജനങ്ങളുടെ രോഷം തിളച്ചു മറിയുകയാണ്. അവിടെ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ എസ്എഫ്ഐക്കാർ ക്രിമിനൽ സംഘങ്ങളായി സംസ്ഥാനത്തുടനീളം അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ എസ്എഫ്ഐക്കാർ കൂട്ടം ചേർന്ന് ഇടിമുറിക്കകത്തിട്ട് ഇടിച്ച് അവസാനം 3 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഭീകരമായി മർദ്ദിച്ച് മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ കെട്ടിത്തൂക്കുകയാണ് ഉണ്ടായത്. ആ ഡീൻ നാരായണനെ ആണ് ആദ്യം സസ്പെൻഡ് ചെയ്തത്. VCയെ സസ്പെൻഡ് ചെയ്ത നടപടി 100% ശരിയാണ്. കാരണം 3 ദിവസം ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടും അവിടെ ഇത്രയും സംഭവം ഉണ്ടായിട്ടും ഇത് കൊലപാതകം നടന്നിട്ടും അവിടുത്തെ വൈസ് ചാൻസലർ അവിടെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല. അവിടുത്തെ ഇടതുപക്ഷ അനുഭാവമുള്ള ജീവനക്കാരും അധ്യാപകരും വൈസ് ചാൻസലറും ഡീനുമെല്ലാം ഈ കൊലപാതകങ്ങളായ എസ്എഫ്ഐക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ കലാലയങ്ങളിലെ സമ്പൂർണമായ കലാപത്തിന് ഉത്തരവാദികൾ എസ്എഫ്ഐക്കാരാണ്. ക്രിമിനൽ സംഘങ്ങളായി പ്രവർത്തിക്കുകയാണ്. മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അവകാശമില്ല. ക്രിമിനലുകളെ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. മിക്കവാറും കോളേജുകളിൽ ഇപ്പോൾ അവർ ഇടിമുറികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പാവപ്പെട്ട ആ കുടുംബത്തിന്റെ ഏക ആശ്രയം, ഞാൻ ആ വീട്ടിൽ നെടുമങ്ങാട്ടെ വീട്ടിൽ പോയതാണ്. 2 കുട്ടികളാണുള്ളത്. അയാളുടെ പിതാവ് ഗൾഫിൽ ഡെയിലി വേജസ് പോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. നല്ല കഴിവുകളുള്ള ഈ കുട്ടിയെ വളർത്തിയെടുത്താൽ തന്റെ കുടുംബത്തിന് ഒരു താങ്ങാവുമെന്ന് കരുതി ആ കുടുംബം കാത്തിരുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുന്നുകൊണ്ടിരുന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ച് ഭീകരമായി മർദ്ദിച്ച് 3 ദിവസം ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാതെ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ, അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്. ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകം ഉണ്ടായിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് മൗനം പാലിക്കുന്നത്? ആ മൗനം കുറ്റകരമാണ്. ആ മൗനം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാണ്. ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് പത്രക്കാർ ഉൾപ്പെടെ പറഞ്ഞത്, ഈ സംഭവം ഉണ്ടായ ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി. ആദ്യം SHO ഇത് തൂങ്ങിമരണമാക്കി മാറ്റി. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാളിന്റെയും കരളലിയിക്കുന്ന സംഭവമാണുള്ളത്. ആന്തരിക അവയവങ്ങൾക്ക് മുഴുവൻ ക്ഷതം പറ്റി ഭീകരമായ മർദ്ദനമേറ്റാണ് ഈ കുട്ടി മരിക്കുന്നത്. അങ്ങനെ അതിൽ പൂർണ്ണമായ ഒരു കൊലപാതകമാണ്. ആദ്യം ഇത് കൊലപാതകമല്ല, തൂങ്ങിമരണമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച SHO ഉൾപ്പെടെയുള്ളവരുടെ വലിയ കുറ്റമാണ് ചെയ്തത്. അവസാനം DYSP അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ചില പ്രതികളെ പിടിച്ചത്. ആ വയനാടിന്റെ കൽപ്പറ്റയിലെ മുൻ MLA ശശീന്ദ്രൻ അടക്കമുള്ള CPM നേതാക്കൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി. മജിസ്ട്രേറ്റ് ഇറക്കി വിട്ടു. DYSPയുടെ വീട്ടിൽ പ്രതികളെ പിടിച്ചതിന് ബഹളം ഉണ്ടാക്കി. ഇപ്പോഴും ഈ പ്രതികളെ, പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ രക്ഷിക്കാൻ വയനാട് ജില്ലാ CPM കമ്മിറ്റി ഇണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുൻ MLAയുടെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി ബഹളമുണ്ടാക്കുക. അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുവരുമല്ലോ. ആ 24 മണിക്കൂറിന് മുമ്പ് അയാളെ അവിടെ കൊണ്ടുവരണമല്ലോ. അങ്ങനെയാണ് അവിടെ കൊണ്ടുവരുന്നത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. അതിനു മുമ്പ് DYSPയുടെ ഓഫീസിൽ കയറി ബഹളം ഉണ്ടാക്കുക. ഇപ്പൊ പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ CPM വലിയ തോതിലുള്ള ശ്രമം നടത്തുകയാണ്. ഇതേ ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത്.
MP എന്നുള്ള നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് വയനാട്ടിലെ SFI ക്രിമിനലുകളാണ് എന്നത് ഇന്നലെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ SFIക്കാരെ മുഴുവൻ ക്രിമിനൽ സംഘങ്ങളാക്കി വളർത്തിയെടുക്കുന്നത് കലാലയങ്ങളെ കലാപകേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഈ SFI ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല?